ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാവുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ വെയ്റ്റ് ലോസ് റെസിപ്പി വാൽനട്ട് സ്മൂത്തിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാനായി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. 2 മിനിറ്റിനുള്ളിൽ ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. റിച്ച് ഇൻ പ്രോട്ടീൻ, ഫൈബർ, ഹെൽത്തി ഫാറ്റ്സ് ഉള്ളതുകൊണ്ട് കൂടുതൽ നേരം വയർ നിറഞ്ഞിരിക്കാനും കൂടാതെ അൺഹെൽത്തി ക്രേവിങ്സ്, അതായത് മധുരം കഴിക്കണം എന്ന ആഗ്രഹം കുറയ്ക്കാനും ഈ ഒരു സ്മൂത്തി നിങ്ങളെ സഹായിക്കും. ഈ ഒരു സ്മൂത്തി പ്രമേഹമുള്ളവർക്കും കഴിക്കാം, കൊളസ്ട്രോൾ ഉള്ളവർക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനായി കഴിക്കാം. ഇനി നിങ്ങൾക്ക് PCOD ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു സ്മൂത്തി ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, സമയം കളയാതെ നമുക്ക് ഈ ഒരു സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഹെൽത്തി വാൽനട്ട് സ്മൂത്തി തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വാൽനട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു രാത്രി മുഴുവൻ സോക്ക് ചെയ്യാൻ വയ്ക്കുക. വാൽനട്ട്സിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഓർമ്മശക്തി ലഭിക്കാനും കോൺസെൻട്രേഷൻ ലഭിക്കാനും സഹായിക്കും. ഓവറോൾ ബ്രെയിൻ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വളരെ നല്ലതാണ് വാൽനട്ട്സ്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഈ സ്മൂത്തിയിലേക്ക് ആവശ്യമായ അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ചിയ സീഡ്സ്. ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ചിയ സീഡ്സ് ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് ഒരു രാത്രി മുഴുവൻ സോക്ക് ചെയ്യാൻ വയ്ക്കുക. സ്മൂത്തി തയ്യാറാക്കാൻ ആവശ്യമായ 2 ഇൻഗ്രീഡിയൻസും നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. ഇനി പിറ്റേ ദിവസം രാവിലെ സ്മൂത്തി തയ്യാറാക്കാനായി ഈ സോക്ക് ചെയ്തെടുത്ത വാൽനട്ട്സ് ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. വാൽനട്ട്സിലെ ആൻറ്റി ന്യൂട്രിയൻസായ ഫൈറ്റിക് ആസിഡ്, ടാനിൻ എന്നിവ കുറയ്ക്കാൻ വേണ്ടിയാണ് രാത്രി മുഴുവൻ വാൽനട്ട്സ് സോക്ക് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പഴം ചേർത്ത് കൊടുക്കുക. സ്മൂത്തിക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ പഴം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈ സ്മൂത്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് സ്കിംഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പാലും നല്ല തണുത്ത പാലാണ് സ്മൂത്തി തയ്യാറാക്കാനായി ഉപയോഗിക്കുന്നത്. പാൽ നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ തേൻ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നമ്മുടെ സ്മൂത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വാൽനട്ട്സ്, ഫ്ലാക്സ് സീഡ്സ്, കറുവപ്പട്ട ഈ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് പ്രമേഹമുള്ളവരിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും. വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും ഈ ഒരു കോമ്പിനേഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. PCOD തുടങ്ങിയ ഹോർമോണൽ ഇംബാലൻസ് കുറയ്ക്കാൻ ഈ ഒരു സ്മൂത്തി വളരെ നല്ലതാണ്. കൂടാതെ LDL എന്ന ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും വാൽനട്ട് സ്മൂത്തി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച, അതായത് രാത്രിയിൽ സോക്ക് ചെയ്ത് വെച്ച ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുക. വണ്ണം കുറയ്ക്കാനായി ഡയറ്റൊക്കെ നോക്കിയിട്ടും ഒരു പരിധി വിട്ട് വണ്ണം കുറയുന്നില്ല, അല്ലെങ്കിൽ കുറഞ്ഞ വണ്ണം പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു എന്ന ഒരു അവസ്ഥ ചിലരിൽ കാണാം. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേഷനാണ്, നിങ്ങളുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്മൂത്തി വളരെ നല്ലതാണ്. കാരണം ഇത് ക്രോണിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയുന്നത് മൂലം പെട്ടെന്ന് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനും പറ്റും. ടോപ്പിംഗ്സായി കുറച്ച് പംകിൻ സീഡ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈബർ റിച്ച് ആയതിനാൽ നല്ല രീതിയിൽ ഡൈജഷൻ നടക്കാൻ ഇതുപോലൊരു സ്മൂത്തി കഴിച്ചാൽ മതി. സ്കിന്നിനും ഹെയറിനുമൊക്കെ വളരെ നല്ലതാണ് വാൽനട്ട്സ്. സൂപ്പർ ടേസ്റ്റി സ്മൂത്തിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലൊരു സ്മൂത്തി തയ്യാറാക്കി കഴിച്ചതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷനും റെസിപ്പിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.